ആര്യ സീരിയൽ സ്പോട്ട് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൃഷ്ണമോള് രോഹിത്തിന്റെ റൂമിലേക്ക് വരുന്നുണ്ട്. രോഹിത് ആണെങ്കിൽ അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുവാണേ. രോഹിയേട്ടൻ എന്താ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നത്? ഇപ്പൊ എല്ലാം കലങ്ങി തെളിഞ്ഞില്ലേ? രോഹിയേട്ടൻ അച്ഛനോട് ക്ഷമ ചോദിച്ചു, ഞങ്ങളോട് ക്ഷമ ചോദിച്ചു. ഇപ്പോ നമ്മളെല്ലാവരും നല്ല സ്നേഹത്തിലായില്ലേ? പഴയ ആ വെറുപ്പെല്ലാം മാറ്റിയിട്ട് ഇപ്പൊ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായില്ലേ? ഇനി എന്തിനാ രോഹിട്ടൻ വിഷമിച്ചിരിക്കുന്നത് ഇങ്ങനെ? ആ സമയത്ത് രോഹിത് പറയുവാണ്, എല്ലാം ശരിയാ, ഞാൻ എന്റെ മനസ്സുകൊണ്ട് എല്ലാം മായ്ച്ചു കളയാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞു. പക്ഷേ അലീനയെ ഞാൻ എന്റെ ചേച്ചിയായിട്ട് കാണാൻ തീരുമാനിച്ചു. ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം എനിക്ക് മനസ്സിലായി. ഇപ്പോ ഞാൻ നല്ലൊരു പുതിയ കുട്ടി തന്നെയായിരിക്കും. പക്ഷെ ഒരു കാര്യം മാത്രം, പക്ഷേ നമ്മുടെ അച്ഛൻ നമ്മളെ ചതിച്ചില്ലേ? ആ സമയത്ത് കൃഷ്ണമോള് ചോദിക്കുവാണ്, എന്താ രോഹിയേട്ടൻ പറയുന്നത്? അച്ഛൻ എങ്ങനെ നമ്മളെ അല്ല കൃഷ്ണ, നീ ഒന്ന് ആലോചിച്ചു നോക്ക്. അമ്മയുടെ ഭാഗത്ത് നിന്നൊന്ന് ചിന്തിച്ചു നോക്ക്. നീയും ഒരു പെൺകുട്ടിയല്ലേ? വിവാഹത്തിന് മുൻപേ അച്ഛന് വേറെ ഒരു ബന്ധമുണ്ടായിരുന്നു, ഒരു മകളും. ഇതൊക്കെ മറച്ചു വെച്ചിട്ടല്ലേ നമ്മുടെ അമ്മയെ വിവാഹം കഴിച്ചത്. വെച്ച് നോക്കുമ്പോ നമ്മുടെ അമ്മ അച്ഛനോട് കാണിക്കുന്നത് ശരിയല്ലേ? അമ്മ പറയുന്നതിലും തെറ്റില്ലല്ലോ. ഞാൻ 23 വർഷമായിട്ട് അച്ഛൻ അമ്മയെ പിടിക്കുകയല്ലേ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു കാമുകി ഉണ്ടായിരുന്നെന്നും ഒരു കുട്ടി ഉണ്ടായിരുന്നുവെന്നും അമ്മ ഇതുവരെ അറിഞ്ഞില്ലല്ലോ. ഞാൻ ഒരുപാട് സ്നേഹിച്ച ഭർത്താവ് പെട്ടെന്ന് ദിവസം മകളുമായി വന്ന് എന്റെ മകളാണിത്, 23 വർഷങ്ങൾക്ക് മുൻപേ കാമുകിയിൽ ഉണ്ടായതാണ് എന്ന് പറയുമ്പോൾ ഇത് പെണ്ണിനൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ഇത് ഭാര്യയ്ക്കാണ് ഇതൊക്കെ കൊള്ളാൻ കഴിയുന്നത് എന്ന് രോഹിത് ചോദിക്കുമ്പോൾ കൃഷ്ണമോൾ ഒന്നും മിണ്ടാതെ നിൽക്കുവാണ്. നീയാണ് ആ സ്ഥാനത്തെങ്കിൽ നിനക്ക് സഹിക്കാൻ പറ്റുമോ? ഒരു സ്ത്രീക്കും അത് സഹിക്കാൻ പറ്റത്തുമില്ല. ഇത്രയും വർഷം ഈ കാര്യം മറച്ചു വെച്ചു. എന്റെ ദേഷ്യവും പകയും എല്ലാം എനിക്ക് കാണുന്നത് സ്വാഭാവികമല്ലേ? എല്ലാം നേരെ തിരിച്ച. അച്ഛന് അമ്മയോടാണ് പക. അമ്മ അച്ഛനെ സ്നേഹിക്കാൻ വേണ്ടി വന്നതല്ലേ? അപ്പോഴെല്ലാം അച്ഛനാണ് അമ്മയോട് പക. അലീനയെ കൊണ്ടുവന്നത് കൊണ്ട് എനിക്ക് കുഴപ്പമില്ല. പക്ഷേ അലീനയെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നമ്മുടെ അമ്മയെ സ്നേഹിക്കണം അച്ഛൻ. അലീന അച്ഛന്റെ കുട്ടിയാ. അതെല്ലാം അമ്മ സഹിച്ചു, ക്ഷമിച്ചു. പക്ഷേ അമ്മ അച്ഛന്റെ ഭാര്യയല്ലേ? ആ ഒരു സ്ഥാനം അമ്മയ്ക്ക് കൊടുക്കണ്ടേ അച്ഛൻ? തെറ്റുകാരൻ നമ്മുടെ അച്ഛനല്ലേ? ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമമുണ്ട്. നമ്മുടെ അടുത്തെല്ലാം അമ്മ കാണിക്കുന്ന വാശിയും ദേഷ്യവും എല്ലാം പുറത്തുണ്ടാകുന്നതാ. അമ്മയെ അതിന് നമുക്ക് കുറ്റം പറയാൻ കഴിയത്തില്ല. ഇതൊക്കെ പറയുമ്പോഴും കൃഷ്ണയ്ക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. രോഹിയേട്ടനാണെങ്കിൽ അമ്മയെ മനസ്സിൽ പൊക്കി വെച്ചിരിക്കുവാണല്ലോ. അതുപോലെ തന്നെ അച്ഛനെ തെറ്റിദ്ധരിച്ചിരിക്കുകയും ആണെന്ന് കൃഷ്ണമ്മൾക്ക് മനസ്സിലായി. ആ സമയത്ത് രോഹിത് ചോദിക്കുവാണ്, നീ എന്താ കൃഷ്ണ മറുപടിയൊന്നും പറയാത്തത്? പിന്നെ ഞാൻ എന്ത് പറയാനാ രോഹിയേട്ടാ? നീ പറ. ഞാൻ പറഞ്ഞതെല്ലാം ന്യായമല്ലേ? അമ്മയുടെ ഭാഗത്തിലെ ന്യായം. നമ്മുടെ അച്ഛനല്ലേ തെറ്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അച്ഛനല്ലേ അമ്മയോട് സോറി പറഞ്ഞ് അലീനയെ സ്വീകരിക്കാൻ പറയേണ്ടത്? അച്ഛനാണെങ്കിലോ അമ്മ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയാൽ മതിയെന്ന് പറഞ്ഞിരിക്കുക. അങ്ങനെയാകുമ്പോ ഏതൊരു ഭാര്യയ്ക്ക് തോന്നത്തില്ലേ? തന്നെയല്ലേ അമ്മയ്ക്കും തോന്നിയത്. എനിക്ക് മനസ്സിലാകാത്തത് അതൊന്നുമല്ല. ജീവൻ അങ്കിളും എല്ലാവരും വന്നു പോയിട്ടും അച്ഛനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അമ്മയോട് എല്ലാവരും ദേഷ്യപ്പെടുവാണ്. എന്തിന്റെ കാരണത്താലാണ്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. എന്തൊക്കെ പറഞ്ഞാലും ഒതിരിക്കല്ലേ സപ്പോർട്ട് ചെയ്യേണ്ടത്. അതും നമ്മുടെ അമ്മയുടെ ഭാഗത്ത് ദേഷ്യവും വന്നിട്ടില്ല. അത് മാത്രമല്ല, പെട്ടെന്ന് ഒരു മകളുമായിട്ട് വന്നിട്ട് ഇതിന്റെ മകളാണ് എന്ന് പറയുമ്പോൾ ആരെങ്കിലും വിശ്വസിക്കുമോ? അപ്പോഴല്ലേ ഞാൻ പോലും ഒന്ന് കുറച്ചൊക്കെ വിശ്വസിച്ച് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അമ്മ ചെയ്യുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. ഒരു കാര്യത്തിൽ ഞാൻ അമ്മയുടെ പക്ഷമാണ്. കൃഷ്ണ ഒരു മറുപടിയും പറയാതെ താഴേക്ക് പോകുന്നുണ്ട്. ാണെങ്കിൽ ഈ കാര്യത്തെ പറ്റി ഗൗരവമായി ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ കൃഷ്ണമോള് പോയിട്ട് താഴെ പറയുവാണ് അച്ഛനടുത്ത്, അമ്മയ്ക്ക് ആണെങ്കിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ എന്തിന്റെ കാര്യത്തിലാണ് അമ്മയോട് വെറുപ്പ് കാണിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കൃഷ്ണമോൾ. അച്ഛനല്ലേ ആദ്യം അമ്മയെ മുറിയിൽ നിന്ന് അകറ്റിയത്, അമ്മയെ ജീവിതത്തിൽ നിന്ന് അകറ്റാനും ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ അച്ഛൻ എന്തിനാ അമ്മയോട് ഇങ്ങനെ കാണിക്കുന്നത്? അച്ഛൻ തെറ്റ് ചെയ്തിട്ട് ഇതൊക്കെയാണ് രോഹിയേട്ടൻ പറയുന്നത് അച്ഛാ എന്ന് കൃഷ്ണമോള് പറയുവാണ്. എന്ത് മറുപടിയാ രോഹിത്തേട്ടന് കൊടുക്കേണ്ടത്? അതെനിക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങ് പോന്നേ. വേണ്ട, അവനെ ഒന്നും അറിയിക്കണ്ട. ഇപ്പൊ പറഞ്ഞാല് അവന്റെ തള്ളയോട് അവന് വെറും പുച്ഛം തന്നെയായിരിക്കും. എന്നെ പ്രസവിച്ച അമ്മയല്ലേ? എന്റെ അമ്മയ്ക്ക് കഴിഞ്ഞ കാലത്ത് ഇതുപോലെ വൃത്തികെട്ട ഒരു കഥയുണ്ടായിരുന്നു എന്നറിഞ്ഞാൽ എന്നെ ക്ഷമിക്കാനും സഹിക്കാനൊന്നും കഴിയത്തില്ല. അച്ഛനെന്ന് പറഞ്ഞാൽ അവൻ ചിലപ്പോൾ ക്ഷമിച്ചേക്കും. പക്ഷെ ഇത്രത്തോളം വിശ്വസിക്കുന്ന അമ്മ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തെന്ന് അറിഞ്ഞാലേ ഒരിക്കലും താങ്ങാനാവില്ല, അത് സഹിക്കാനാകില്ല. പക്ഷെ അവന്റെ അമ്മയെ അവൻ വെറുത്തു പോകും. ഇതിനൊന്നും നമ്മൾ കാരണക്കാരാവണ്ട. ഇങ്ങനെ ബാലചന്ദ്രൻ പറയുവാണ്. ഈ സമയം തന്നെ അലീന പറയുവാണ്, അതേ മോളെ, നമ്മളായിട്ട് ഇനിയൊന്നും പറയാൻ നിൽക്കണ്ട. എന്റെ മനസ്സിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. എന്നെ കുറ്റക്കാരൻ ആക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. എന്ത് ചെയ്യാനാ? അല്ലേ സാഹചര്യം. അവന്റെ അമ്മയെ വെറുത്തു പോയ ഒരു വല്ലാത്ത വെറുപ്പായി പോകും. എന്ത് ചെയ്യാനാ എന്ന് ചോദിക്കുവാണ്. ചേച്ച എന്ന് പറഞ്ഞിട്ട്
അവൾ അവളുടെ മുറിയിൽ പോയി ിരിക്കുവാണ്. സമയം തന്നെ അങ്ങോട്ടേക്ക് രോഹിത് പോകുന്നുണ്ട്. സമയത്ത് കൃഷ്ണമോള് ചോദിക്കുവാണ്, എന്താ രോഹിയേട്ടാ, നീ മുൻപ് ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി. നിന്റെ മനസ്സിൽ എന്തൊക്കെയോ സംഭവങ്ങള് ചുറ്റിത്തിരിയുന്നുണ്ടല്ലോ. അച്ഛനോട് എന്തൊക്കെയോ സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. ശരിക്കും സത്യം പറ, ഇടയ്ക്ക് എന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടോ, എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ എന്നൊക്കെ രോഹിത് ചോദിക്കുവാണ്. രോഹിത് പറയുന്നുണ്ട്, അന്ന് അയിന ചേച്ചിയെ കൊണ്ട് പോയതിനു ശേഷം ഗംഗാധരനാണ് അവരെല്ലാം വിട്ടയച്ചത്. ചേച്ചിയോട് പിന്നെ അവർക്ക് ഇഷ്ടമായതും ചേച്ചിക്കും ഭയങ്കര ഇഷ്ടം, നിനക്കും അങ്ങനെ തന്നെയാ, അച്ഛനും അങ്ങനെ തന്നെയാ. ഇതിന്റെയൊക്കെ പിന്നില് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും കഥകളുണ്ടോ ചോദിക്കുമ്പോ ബബിത ആ സമയത്ത് അത് പിന്നെ കേട്ടാ എനിക്കൊന്നും അറിയില്ല, എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല. എങ്ങനെയാ നീ ആ റിസോർട്ടിൽ പോയത്, ഇനി ചേച്ചിയെ അത്രയ്ക്ക് സ്നേഹിക്കാൻ തുടങ്ങിയത്? മുമ്പ് നിനക്കും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു, എന്റെ മകളായതുകൊണ്ട് തന്നെ നിനക്കും വലിയ ഒരു അടുപ്പമുണ്ടായിരുന്നില്ലല്ലോ അലീനയോട്. പക്ഷേ റിസോർട്ടിൽ പോയതിന്റെ അന്ന് മുതൽ നിനക്കും ഭയങ്കരമായിട്ട് അലീനയെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഇനി എന്താണ് കാരണം എന്ന് രോഹിത് ചോദിക്കുവാണ്. പിന്നെ രോഹിയേട്ട എന്ന് കൃഷ്ണമോള് പറയുമ്പോൾ രോഹിത് പറയുവാണ്, ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല, എല്ലാ ദുസ്വഭാവവും കളഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് തന്നെ നമ്മൾ എല്ലാവരും ഇപ്പൊ നല്ല സ്നേഹത്തിലല്ല, എങ്കിലും നീ മറച്ചു വെക്കാതെ എല്ലാ സത്യങ്ങളും തുറന്നു പറയും. നമ്മൾ ആ സമയത്ത് പറയുന്നുണ്ട്, അത് പിന്നെ ഞാൻ എന്ത് പറയാനാ, ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുമ്പോ പിടിച്ചിട്ട് കട്ടിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട്, പറ മോളെ, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് പറ, എന്തൊക്കെയോ ചെഞ്ഞു നാറുന്നുണ്ട്, എനിക്ക് ഉറപ്പാ, ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്ക് അറിയണം. ആ സമയത്ത് കൃഷ്ണമോളാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് രോഹിത്തിനോട് ഞാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട്, ഞാനൊരു കാര്യം പറയും, പക്ഷേ ഏട്ടൻ അതിനെതിരെ പാടും ഒന്നും ഉണ്ടാക്കരുത് ഇവിടെ. മാത്രമല്ല നീ പറഞ്ഞ രഹസ്യങ്ങൾ രോഹിയേട്ടന്റെ മനസ്സിൽ തന്നെ വെച്ചേക്കണം, മറ്റൊരാളും അറിയരുത്, രോഹിയേട്ടൻ അറിഞ്ഞെന്നും അറിയരുത്, വേറൊരാളുടെ ചെവിയിലേക്ക് രോഹിയേട്ടൻ കാരണം അത് എത്തരുത്, സത്യം ചെയ്തു തരണം എന്ന് കൃഷ്ണമോള് പറയുവാണ്. അപ്പോൾ രോഹിത് പറയുവാണ്, അപ്പോൾ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ, എന്താ കാര്യം എന്ന് രോഹിത് ചോദിക്കുവാണ്. രോഹിയേട്ടൻ ആദ്യം കയ്യിൽ സത്യം ചെയ്തതാ എന്ന് കൃഷ്ണമോള് ചോദിക്കുകയാണ്. അപ്പോൾ രോഹിത് പറയുവാണ്, ആ ശരി. ശേഷം കൃഷ്ണമോള് പറയുവാണ്, ശരിക്കും അലീന ചേച്ചി ഉണ്ടല്ലോ നമ്മുടെ അച്ഛന്റെ മകളൊന്നുമല്ല. സമയത്ത് രോഹിത് ഞെട്ടിത്തെറിക്കുന്നുണ്ട്. എന്നിട്ട് പറയുവാണ്, അപ്പോൾ എല്ലാവരോടും അലീന ചേച്ചി അച്ഛന്റെ മകളെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, അപ്പൊ അച്ഛന്റെ മകളല്ലേ? അല്ല, അലീന ചേച്ചി അച്ഛനും കൂടെ എല്ലാവരും നാണം കെടുത്തുമായിരുന്നോ, അച്ഛനും ചേർന്ന് എല്ലാവരും കളിപ്പിക്കുകയായിരുന്നോ എന്ന് രോഹിത് ചോദിക്കുന്നുണ്ട്. കേട്ടാ, ഞാൻ പറയുന്നത് കേൾക്ക്, അമ്മയോടിരിക്കൂ, ഇത് കേട്ടാൽ വിഷയമാകും, അല്ലാതിരിക്കെ ഞാൻ ബാക്കി കൂടെ പറയട്ടെ എന്ന് രോഹിത്തിനോട് പറയുവാണ് കൃഷ്ണമോള്. ചേച്ചിയുടെ അച്ഛൻ ബാലചന്ദ്രനല്ല, ചേച്ചിയുടെ അമ്മ നമ്മുടെ അമ്മ വൈജയന്തിയ. കേൾക്കുന്ന രോഹിത്തിന് വല്ലാതെ അങ്ങ് ഷോക്ക് ആകുന്നുണ്ട്. എന്തായി പറയുന്നത് കൃഷ്ണ? തേ രോഹിയേട്ടാ. സമയത്ത് രോഹിത് പറയുവാണ്, ആദ്യം അച്ഛന്റെ മകളാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അമ്മയുടെ മകളെന്നോ, നീ എന്തൊക്കെയാ പറയുന്നത്, ഒന്നും മനസ്സിലാകുന്നില്ല. പിന്നെ രോഹിയേട്ടാ, ഇതിന് പിന്നില് വലിയൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. നമ്മുടെ അലീന ചേച്ചിയെ നമ്മുടെ സ്വന്തം അമ്മയുടെ മകളാ, അതായത് നമ്മളൊക്കെ കിടന്ന അമ്മയുടെ അതേ വയറ്റിൽ കിടന്ന അലീന ചേച്ചിയും ജനിച്ചത് നമ്മുടെ അമ്മയുടെ വയറ്റിൽ നിന്നാ നമ്മുടെ ചേച്ചി അലീന ഉണ്ടായത്. സമയത്ത് രോഹിത് ചോദിക്കുവാണ്, അപ്പോ അച്ഛനോ? അലീന ചേച്ചിയുടെ അച്ഛൻ വേറെ ഒരാളാ. ഇത് കേൾക്കുമ്പോ രോഹിത്തിന് ദേഷ്യവും സങ്കടവും അറപ്പും ഞെട്ടലും എല്ലാം വരുന്നുണ്ട്. നീ എന്തൊക്കെയാ കൃഷ്ണയെ ഈ പറയുന്നത്? അപ്പോ അങ്ങനെയാണെങ്കിൽ അലീന ചേച്ചിയുടെ അച്ഛൻ ആരാ? സമയത്ത് രോഹിത് ചോദിക്കുമ്പോ കൃഷ്ണമോള് പറയുവാണ്, അതൊരു പട്ടാളക്കാരനാ പിന്നീട് അച്ഛൻ, സ്റ്റാൻലി ജോസഫ് എന്ന് പറയുന്ന ഒരാളാണ്. സ്റ്റാൻലിയോ, അതാരാ എന്ന് ചോദിക്കുവാണ് രോഹിത്. പണ്ടത്തേക്ക് ഒരു കഥയാണ്. അന്ന് ഗംഗാധരൻ അങ്കിളിന്റെ കൂടെ അമ്മ ആഗ്രയിൽ പഠിക്കാൻ പോയിരുന്നുവല്ലോ. അവിടെ ഉണ്ടായിരുന്ന ഒരു കേണലിന്റെ പേരാണ് സ്റ്റാൻലി ജോസഫ്. അയാളുമായിട്ട് നമ്മുടെ അമ്മ പ്രണയത്തിലായിരുന്നു. പിന്നെ അവർ ലിവിങ് ടുഗദറിലായി. രണ്ടുപേരും വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ജീവിച്ചു. അങ്ങനെ അമ്മ ഗർഭിണിയായതിനു ശേഷം സ്റ്റാൻലി ജോസഫ് എന്ന് പറയുന്ന അയാളെ കാണാതെയായി. അതിനുശേഷം നമ്മുടെ മുത്തച്ഛനും അമ്മയുടെ സഹോദരങ്ങളും എല്ലാവരും ചേർന്ന് അമ്മയെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. വേറെ ഏതോ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മുടെ അമ്മ പ്രസവിക്കുകയായിരുന്നു. പ്രസവിച്ച കുഞ്ഞാണ് അലീന. പിന്നെ അമ്മയ്ക്ക് അലീന ചേച്ചിയെ ഏതിരിക്കുന്നത് ഒരു വലിയ ടെസ്റ്റ്. ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ നമ്മുടെ മുത്തച്ഛനുണ്ടല്ലോ ആ കുഞ്ഞിനെ എടുത്ത് മാറ്റിക്കളഞ്ഞു. ശേഷം അമ്മയോടും സഹോദരന്മാരോടും അവരോടും പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഇതിന് നമ്മുടെ മുത്തശ്ശിയോട് കൂടെ പറഞ്ഞു ആ കുഞ്ഞ് മരിച്ചുപോയെന്ന്. എല്ലാരും കേട്ട് വിശ്വസിച്ചു. അമ്മയ്ക്ക് അത് വലിയൊരു ഷോക്കായിരുന്നു. അങ്ങനെ ഡിപ്രഷനിൽ വരെ നമ്മുടെ അമ്മ പോയി. സ്വന്തം ഭർത്താവാകേണ്ട കാമുകനും ചതിച്ചു മരിച്ചുപോയി എന്ന് പറഞ്ഞ്
അമ്മ ആകപ്പാടെ ഡിപ്രഷനിലായി. ഈ സമയം തന്നെ ആരും അറിയാതെ മുത്തശ്ശനും അച്ഛന്റെ ഫ്രണ്ടായ ഒരാളും കൂടിയിട്ട് ഇതിനെയും കൊണ്ട് നേരെ പോയതേ നികേതനത്തില. അലീന ചേച്ചി വളർന്നില്ല, ആ ഒരു ഓഫണേജില്. അങ്ങനെ അവിടെ കൊണ്ട് ചേർക്കുകയായിരുന്നു. ഒരിക്കലും ഈ കുട്ടിയെക്കുറിച്ചുള്ള വിവരം അവരറിയരുതെന്ന് പറഞ്ഞിട്ട് പണം നൽകിയാണ് അവിടെ ആ കുഞ്ഞിനെ ഏൽപ്പിച്ചത്. അലീന ചേച്ചി അനാഥയായിട്ട് വളർന്നത് പറയുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ അച്ഛൻ അറിയാമായിരുന്നു. അച്ഛൻ ആ സമയം ഗൾഫിലായിരുന്നു. അതിനുശേഷം അമ്മ തിരിച്ചു വന്ന സമയത്ത് അച്ഛൻ ഗൾഫിൽ നിന്ന് വന്ന് അമ്മയെ പെണ്ണ് ചോദിച്ചു. അവരുടെ വീട്ടുകാരത് സമ്മതിച്ചു. കാരണം പെങ്ങൾക്ക് ഇങ്ങനെ ഒരു ചതിറ്റിയിരിക്കുകയല്ലേ, ആരും അറിയാതെ തീർക്കാനായിട്ട് എന്റെ തലയിൽ കെട്ടിവെക്കുകയായിരുന്നു. അച്ഛൻ പാവം ഒന്നും അറിഞ്ഞില്ല. അച്ഛൻ ഒന്നും അറിയാതെ പോയി പെട്ടുപോവുകയായിരുന്നു. എല്ലാവരും കൂടെ ചതിച്ചത് നമ്മുടെ അച്ഛനെയാ, നമ്മുടെ അച്ഛനല്ല ചതിച്ചത് എന്ന് പറയുന്നുണ്ട് കൃഷ്ണമോള്. ഒളിപ്പിച്ചു വെച്ചിട്ട് നമ്മുടെ അച്ഛനെ കൊണ്ട് അമ്മയെ വിവാഹം കഴിപ്പിക്കുകയായിരുന്നു എല്ലാവരും ചേർന്ന്. നീണ്ട 23 വർഷങ്ങള് അച്ഛൻ ഒന്നും അറിഞ്ഞില്ല. പക്ഷേ രോഹിയേട്ടൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴാ അലീന ചേച്ചി വന്നതെന്ന്. മുത്തച്ഛൻ മരിച്ച സമയത്ത്, ഒരു സിസ്റ്റർ മരിച്ച സമയത്ത് ഉള്ള എല്ലാവരെയും ഓരോ സ്ഥലങ്ങളിലേക്ക് മാറ്റുകയായിരുന്നു. അങ്ങനെയാണ് രേവതിക്കുട്ടിയെ എറണാകുളത്തേക്കും എന്നിട്ട് നമ്മുടെ വയ്യാതെ കിടന്ന മുത്തശ്ശൻ അലീന ചേച്ചിയേക്ക് ഒരു ഹോം നേഴ്സായിട്ട് കൊണ്ടുവരുന്നത്. ഉള്ള കാലം അമ്മയുടെ കൂടെ ജീവിക്കട്ടെ എന്ന് മുത്തശ്ശൻ കരുതി കാണും. പക്ഷെ എല്ലാം തീരുമാനിക്കുന്നതിന് മുൻപേ അദ്ദേഹം അങ്ങ് പോയി. പക്ഷെ നമ്മുടെ അമ്മയ്ക്ക് ഇതുവരെയും അറിയില്ല അലീന അമ്മയുടെ മകളാണെന്ന്. പ്രസവിച്ച കുഞ്ഞ് ജീവനോടെ ഉണ്ട് എന്ന് പോലും നമ്മുടെ അമ്മയ്ക്ക് അറിയില്ല ഏട്ടാ. എല്ലാം കേട്ട് ഒരു മരവിച്ച അവസ്ഥയിൽ ഇരിക്കുവാണ് രോഹിത്. പറഞ്ഞതൊക്കെ സത്യമാണ് ഏട്ടാ. അലീന ചേച്ചി ഇങ്ങോട്ടേക്ക് വന്നത് അമ്മയുമായി ത്തിലാക്കാനോ അല്ലെങ്കിൽ അമ്മയുമായി ഒന്നിച്ച് താമസിക്കാനോ അല്ല, ഒരു നോക്ക് കാണാനായിട്ടാണ് ഇവിടേക്ക് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ പ്രശ്നങ്ങൾ വഷളായി. മുത്തശ്ശിയുടെ ഫോണിൽ നിന്നാണല്ലോ ആ സമയത്ത് സംസാരിച്ചുകൊണ്ടിരുന്നത് രേവതിക്കുട്ടി അലീനയും. അങ്ങനെ അലീന ചേച്ചി രേവതിയുമായിട്ടുള്ള മെസ്സേജ് അച്ഛൻ കണ്ടായിരുന്നു. അലീന ചേച്ചി അമ്മയുടെ മകളാണെന്ന സത്യം അച്ഛൻ അങ്ങനെയാണ് അറിഞ്ഞത്. ശേഷം മനസ്സിലായി അലീന ചേച്ചി അമ്മയുടെ മകളാണെന്ന്. ശേഷമാണ് നീലഗിരിയിലേക്ക് നമ്മുടെ വലിയ അങ്കിളിനടുത്ത് അച്ഛൻ പോയപ്പോൾ അതൊക്കെ സത്യമാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ അച്ഛൻ അറ്റാക്ക് ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ ആ അറ്റാക്കിന് കാരണക്കാര് നമ്മുടെ അമ്മ. സംഭവങ്ങളൊന്നും ഇന്നേ വരെ നമ്മുടെ അമ്മയ്ക്ക് അറിയത്തില്ല. ചേച്ചി എവിടുന്നോ വലിഞ്ഞുകയറി വന്നതാണ്, നമ്മുടെ അച്ഛനെ വശീകരിക്കാൻ വന്നതാണെന്നൊക്കെയാണ് ഇപ്പോഴും നമ്മുടെ അമ്മ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതെ, അനിയ ചേച്ചി തെറ്റും ചെയ്തിട്ടില്ല, മകളാണ് ഒന്നും നമ്മുടെ അമ്മയ്ക്ക് അറിയില്ല ഏട്ടാ. ഒക്കെയാണ് ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ രോഹിത് പറയുവാണ്, ഒന്നും വിശ്വസിക്കാനാവുന്നില്ല. സത്യം തന്നെയാണോ? ഇതും തന്നെയാ. ശരിക്കും ശിവനങ്ങളും രാജീവങ്ങളും കഥകളൊന്നും ഇല്ലായിരുന്നു. അലീന ചേച്ചിയെ തട്ടിക്കൊണ്ടുപോയി ദിവസം എങ്കിൽ ഇവിടെ വന്നിരുന്നില്ല. അതിനു ശേഷമാണ് ആ സത്യം അറിഞ്ഞത്. പിന്നെ അവരൊന്നും ചെയ്തില്ല. സ്വന്തം പെങ്ങളുടെ മകളെല്ലാം കൊണ്ട് ശേഷമാണ് അവർ അലീന ചേച്ചിയെ സ്നേഹിക്കാൻ തുടങ്ങിയത്. മനുഷ്യേട്ടനും അറിയാം അലീന ചേച്ചി അമ്മയുടെ മകളാണെന്ന്. എനിക്കും അറിയാം, അച്ഛനും അറിയാം, പിന്നെ ഇപ്പൊ ഇതാ രോഹിത്തേട്ടനും അറിയാം. നമ്മുടെ അമ്മയടുത്ത് കൂടെ ഈ സത്യം പറയാമെന്ന് രോഹിത് പറയുന്നുണ്ട്. അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നം അവസാനിക്കില്ലേ എന്ന് പറയുവാണ് കൃഷ്ണമ്മളോട് രോഹിത്. എന്തർത്ഥത്തിലാണ് രോഹിത്തേട്ടൻ പറയുന്നത്? അങ്ങനെയാകുമ്പോ അമ്മയെല്ലാം സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ അലീന ചേച്ചിയെ സ്നേഹിക്കുമല്ലോ, അതോടെ ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം കഴിയും എന്ന് പറയുമ്പോൾ നമ്മൾ പറയുവാണ്, രോഹിത്തേട്ടൻ എന്താ വിചാരിക്കുന്നത്? അച്ഛനിങ്ങനെ കൂളായി നടക്കുന്നത് വെറുതെ ആണെന്നോ? അച്ഛൻ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊട്ടിത്തെറുത് തന്നെ ഇവിടെ നടക്കും. അച്ഛന്റെ ഉള്ളിലെ തീക്കണ്ണിൽ എരിഞ്ഞോണ്ടിരിക്കുക നമ്മുടെ അമ്മയോടുള്ള പകയും ദേഷ്യവും ഇപ്പോൾ കാണിക്കുന്നത് മൊത്തം ആ പകയും ദേഷ്യവും ആണ്. അത് അറിഞ്ഞതിന് ശേഷമാണ് അച്ഛൻ അറ്റാക്ക് വന്നത്. അതിന് ശേഷമാണ് തീരെ അടുപ്പിക്കാത്ത ഇത്രയും കാലം 23 വർഷം തന്റെ ഭാര്യ തന്നെ ചതിക്കുകയായിരുന്നെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ആളുടെ അവസ്ഥയാണ് അച്ഛൻ കാണിക്കുന്നത്. രോഹിയേട്ടൻ മുമ്പ് പറഞ്ഞല്ലോ, ഇത്രയും കാലം ുള്ള ഒരാളുടെ മാനസികാവസ്ഥ എന്റെ 100 ഇരട്ടി വലിപ്പമുണ്ട്. എന്നോട് അമ്മ ഈ കാണിച്ച ചതിയൊക്കെ കുടുംബക്കാരെല്ലാവരും കൂടി ഇട്ട് ചതിക്കുകയായിരുന്നല്ലോ. അതോർത്ത് ആ പാവത്തിന്റെ ചങ്ക് പൊട്ടിപ്പോയത്. ഇപ്പോഴും അതേ മാനസികാവസ്ഥയിൽ തന്നെയാണ്. പക്ഷെ അലീന ചേച്ചിയെ അച്ഛന് ഇഷ്ടമാണ്. പക്ഷെ ഈ ഒരു കാരണമാണ് അച്ഛന് ഇഷ്ടപ്പെടാത്തത്. എന്നെങ്കിലും ഒരു ദിവസം ഇതെല്ലാം നമ്മുടെ അമ്മ അറിയുകയാണെങ്കിൽ നിമിഷം തന്നെ നമ്മുടെ അച്ഛൻ ഡിവോഴ്സ് ചെയ്യും. അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. കാരണം അച്ഛന് ആത്മാഭിമാനമാണ് ഇത്. അറിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും അവളുടെ കൂടെ ജീവിക്കത്തില്ല. അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ആരും അമ്മയുടെ ആ സത്യങ്ങളൊന്നും പറയാത്തത്. അമ്മയുടെ മനസ്സിൽ ഇപ്പോഴും മുമ്പ് കെട്ടാൻ ഇരുന്ന പെണ്ണിന്റെ മകളെന്നാണ്, ജീവിതത്തിലുണ്ടായ മകളെന്നാണ് കരുതി വെച്ചിരിക്കുന്നത്. അമ്മയുടെ മനസ്സിൽ സത്യം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ മോളോടാണല്ലോ ഇങ്ങനെയൊക്കെ ഓർത്ത് അമ്മ ദുഃഖിക്കും. മാത്രമല്ല അച്ഛൻ എന്നേക്കും നമ്മളെ എല്ലാരെയും എന്നേക്കുമായിട്ട് അമ്മയെ വിട്ടു പോകും അച്ഛൻ.
നീക്കുമായിട്ട് അച്ഛൻ അമ്മയെ വിട്ട് പോകുമ്പോൾ രോഹിയേട്ടാ അത് വേണോ? അച്ഛൻ നമ്മളെ വിട്ട് പോകുന്നത് ഓർക്കാൻ പോലും കഴിയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് പറയുന്നുണ്ട്, ഇതൊന്നും കേട്ടിട്ട് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എനിക്കും ഇത് ഉള്ളത് തന്നെയാണല്ലോ അല്ലേ? പകല് പോലും സത്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന സത്യങ്ങൾ. ഏട്ടൻ ഇതറിഞ്ഞാല് ഒരുപാട് അമ്മയെ വെറുക്കുമെന്നാ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. എന്റെ അങ്ങേയറ്റം എത്തും. എനിക്ക് ഓർത്തിട്ടാ രോഹിത് ഏട്ടനോട് പറയണ്ടെന്ന് അച്ഛൻ പറഞ്ഞത്. ഇപ്പോഴും പോയി എന്റെ ചേച്ചിയോടും അച്ഛനോടും തിരിച്ചിട്ടാ വന്നത്. പറഞ്ഞു പറയണ്ടാന്ന്. ഏട്ടൻ അമ്മയെ വെറുക്കുമെന്ന്. ഏട്ടാ നമ്മുടെ അമ്മയെ വെറുക്കണ്ട ഏട്ടൻ. ഏട്ടാ അമ്മയെ വെറുക്കണ്ട. അമ്മയ്ക്ക് കല്യാണത്തിന് മുൻപ് പറ്റിയ ഒരു അബദ്ധമല്ലേ. ഇവിടെ ആ കുഞ്ഞ് മരിച്ചുപോയി. പക്ഷെ ഇതെല്ലാം മറച്ചു വെച്ചത് മുത്തച്ഛനല്ലേ. കുഞ്ഞുണ്ടെന്ന് അറിയുകയാണെങ്കിൽ അച്ഛനെ വിവാഹം കഴിക്കില്ലായിരുന്നു. എങ്കിൽ പിന്നെ അച്ഛനെ എല്ലാം അറിയിച്ചേനെ. പക്ഷെ ഇത് അങ്ങനെയൊന്നുമല്ലല്ലോ. ഇതൊക്കെ സംഭവിക്കാൻ കാരണവും ഇതിന്റെ ഇടയിലായി ഇതെല്ലാം ഒളിപ്പിച്ചും മറച്ചും വെച്ചിരുന്നത് നമ്മുടെ മുത്തച്ഛനല്ലേ. രോഹിയേട്ടൻ പറ, നമ്മുടെ അച്ഛൻ പാവമല്ലേ. എല്ലാം അറിഞ്ഞിട്ടും ഒന്നും മിണ്ടാതെ നടക്കുവാണല്ലോ അച്ഛൻ. വേറെ ഏതെങ്കിലും അച്ഛന്മാരാണെങ്കിൽ ഇപ്പോൾ തന്നെ അമ്മയെ അടിച്ചിറക്കുമായിരുന്നു. എന്നെ ചേച്ചിയും അടിച്ചിറക്കിയാണ്. എന്നെ ചേച്ചിയെ സ്വന്തം മോളെ പോലെ അച്ഛൻ ഇപ്പോൾ സ്നേഹിക്കുന്നത് ഒരു തെറ്റാണോ? സമയത്ത് രോഹിത് പറയുവാണ്, ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു വലിയ സംഭവം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. നമ്മുടെ അമ്മ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ചേട്ടാ അമ്മയെക്കുറിച്ച് വേറൊന്നും ചിന്തിക്കണ്ട. ചേട്ടാ അമ്മയെ തെറ്റിദ്ധരിക്കണ്ട. അമ്മ അയാളെ വിവാഹം കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അവസാനം എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ലല്ലോ. അതിനുശേഷം പോയി പിന്നെ ഇതുവരെ ഇന്നേ വരെ വന്നിട്ടില്ല. ആ അങ്കിള് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയണ്ട. ഇവിടെ ആത്മാർത്ഥമായ പ്രണയമായിരിക്കും. അതിനിടയിൽ എന്തൊക്കെയാ സംഭവിച്ചു പോയതെന്ന് മനസ്സിലാകുന്നില്ലല്ലോ. ഇതിനിടയിൽ എല്ലാം കിടന്ന് അറിയിക്കുന്നത് പാവം ആ അലീന ചേച്ചിയാ. ഒന്ന് ആലോചിച്ചു നോക്കി. സ്വന്തം അമ്മയോട് സ്വന്തം മകളാണെന്ന് ഞാൻ പറയാൻ പറ്റാത്ത അവസ്ഥയിൽ വിങ്ങിപ്പൊട്ടി നടക്കുവാണ് അലീന ചേച്ചി. ഇതിനിടയിൽ അച്ഛന് അമ്മയോടുള്ള ദേഷ്യം കാണുമ്പോൾ എല്ലാം താൻ കാരണമാണ് എന്നുള്ള ബോധം പാവത്തിന്റെ മനസ്സ് അല്ലാതെ വേദനിക്കുന്നുണ്ട്. രോഹിടാ ഇതിൽ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാനൊക്കും? ഞാനൊക്കെ മാക്സിമം പറഞ്ഞു നോക്കി അച്ഛനോട്. അച്ഛൻ ഒട്ടും തന്നെ സമ്മതിക്കുന്നില്ല. എങ്കിലും അമ്മയെ സത്യങ്ങൾ അറിയിച്ച് ഒരു കുടുംബമായിട്ട് 4 മക്കളും അച്ഛനും അമ്മയോടൊത്ത് സന്തോഷമായി ജീവിക്കാമെന്ന് പറഞ്ഞിട്ട് അതൊട്ടും അച്ഛൻ അംഗീകരിക്കുന്നില്ല. കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാനൊക്കും? രോഹിയേട്ടന് കാര്യങ്ങളൊന്നും അറിയാൻ പറയുകയും എഴുത്തായിട്ട് പോലും ഭാവിക്കണ്ട. എന്തായാലും ഇപ്പൊ മനസ്സിലായല്ലോ, നമ്മുടെ അച്ഛൻ തെറ്റുകാരനല്ല. അലീന ചേച്ചി നമ്മുടെ സ്വന്തം പിറപ്പാന്ന് മനസ്സിലായില്ലേ? ആ സമയത്ത് ആകപ്പാടെ ടെൻഷനായിട്ട് തലമുടിയൊക്കെ ഇങ്ങനെ തിരുമ്മിക്കൊണ്ട് അവിടെ ഇരിക്കുവാണ്. കേട്ടാ ആരും ഈ കാര്യങ്ങളൊന്നും അറിയണ്ടേ. വലിയ രഹസ്യമാ. അറിഞ്ഞാൽ വലിയ വിഷയമാകും. അറിഞ്ഞെന്ന് അച്ഛൻ അറിഞ്ഞാലേ അതിലും വലിയ വിഷമം. ഒരിക്കലും നമുക്ക് പരസ്പരം കാണാൻ പറ്റത്തില്ല. അലീന ചേച്ചിയെ പൊന്നുപോലെ സ്നേഹിക്കണം. കാരണം നമുക്ക് വേണ്ടി ഇത്ര ചെയ്യുന്നില്ലേ. 23 വർഷം അവളൊക്കെ സൗഭാഗ്യത്തിൽ ജീവിച്ചപ്പോൾ അവിടെ സ്വന്തം അമ്മയുടെ മകള് ചേച്ചി ത്തിൽ ജീവിക്കുകയായിരുന്നു. വീടുകളിലും പോയി വസ്ത്രത്തിനും മേടിച്ചിട്ടുണ്ട്. പാവം ചേച്ചി. സ്വഭാവമുള്ള ഒരു ചേച്ചി നമുക്ക് കിട്ടിയില്ലേ രോഹിയേട്ടാ. കൊണ്ട് ചേട്ടനെല്ലാം മറക്കണം എന്ന് പറയുമ്പോൾ ചേച്ചി എനിക്കൊരു ദേഷ്യവുമില്ല. സ്വന്തം കൂടപ്പിറപ്പാണ് എന്നറിയുന്നതിന് മുൻപേ ഞാൻ ചേച്ചിയെ സ്നേഹിച്ചു തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇപ്പോ എന്റെ സ്നേഹം ഇരട്ടിയാവുകയേ ഉള്ളൂ. പക്ഷെ അമ്മയുടെ ദേഷ്യം മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലേ ഈ ചതിക്കെല്ലാം കാരണക്കാരല്ല നമ്മുടെ മുത്തശ്ശനാ ഇതിനെല്ലാം കാരണക്കാരൻ. എന്നോട് ദേഷ്യപ്പെട്ടിട്ടും കാര്യമില്ല. ആളെ മരിച്ചുപോയില്ലേ എന്ന് കൃഷ്ണമോള് പറയുന്നുണ്ട്. അവളുടെ റൂമിൽ നിന്ന് രോഹി ഇറങ്ങുന്നുണ്ട്. ടെൻഷൻ അടിച്ചാണ് രോഹി പോകുന്നത്. പിന്നെ കൃഷ്ണമോളും വല്ലാണ്ടാണ്. നിങ്ങളെല്ലാം പറയണ്ടെന്ന് പറഞ്ഞു. ഏട്ടനോട് പറയേണ്ടി വന്ന സാഹചര്യം എന്നല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് കൃഷ്ണമോള്. ഒക്കെയാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിലുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.